റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭയിലെ സർജന്റ് ഉദ്യോഗസ്ഥർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ കേസിൽ പരാതിയിൽ അന്വേഷണം നടത്താത്തത് എന്തെന്ന് ഹൈക്കോടതി. പബ്ലിക് പ്രോസിക്യൂട്ടർ 2 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. 2024 നവംബർ 2-നാണ് സർജന്റ് അസിസ്റ്റന്റ് നിയമസഭാ സെക്രട്ടറിക്ക് സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പരാതി നൽകിയത്. 1 വർഷം കഴിഞ്ഞിട്ടും നിയമസഭാ സെക്രട്ടറി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെതിരെ വകുപ്പുതല നടപടിക്ക് ഉത്തരവിടുകയും ചെയ്തു. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് വിചിത്രമെന്ന് തോന്നുന്ന പല നീക്കങ്ങളും നടപടികളുമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് പറയുന്നത്? മറ്റു വിശദാംശങ്ങൾ. ആര്യ, ഇത് 2024 നടന്ന സംഭവമാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിയമസഭയിലെ തന്നെ സർജന്റ് ഉദ്യോഗസ്ഥരാണ് ഈ പരാതി നിയമസഭാ സെക്രട്ടറിക്ക് നൽകുന്നത്. അതിൽ തന്നെ ഹാജർ നിലയിലടക്കം ക്രമക്കേടുകൾ ഈ ചില ഉദ്യോഗസ്ഥർ വരുത്തിയിരുന്നുള്ളത് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി നൽകി 1 വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ പരാതി നൽകിയ ഉദ്യോഗസ്ഥനെ കൊല്ലം RI ക്യാമ്പിലേക്ക് പ്രതികാര നടപടിയെന്നോണം ട്രാൻസ്ഫർ ചെയ്യുന്നു. തുടർന്ന് നിയമസഭാ സെക്രട്ടറി തന്നെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1.5 വർഷമാകുന്നു. പക്ഷേ അപ്പോഴും ഈ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ നിയമസഭാ സെക്രട്ടറി ഇതുവരെയും ഒരു തരത്തിലുള്ള അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ഹൈക്കോടതി കണ്ടെത്തുകയും പബ്ലിക് പ്രോസിക്യൂട്ടറോട് ഇത് സംബന്ധിച്ച് ആരായുകയും ചെയ്തു. എന്താണ് 1.5 വർഷമായിട്ട് ഈ കേസ് അന്വേഷിക്കാത്തതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യം. അതിൽ ഇപ്പോൾ 2 ആഴ്ചത്തെ സമയം ഇപ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നേരത്തെ തന്നെ വിവരാവകാശ പ്രകാരം ഈ ഉദ്യോഗസ്ഥൻ തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സർജന്റ് ഉദ്യോഗസ്ഥൻ നിയമസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കാരണം ഈ ഒഴിവു ദിവസങ്ങളിൽ ഇവർ വരാതിരിക്കുകയും പിന്നീട് ഈ അറ്റൻഡൻസ് നിലകളിലൊക്കെയും ക്രമക്കേടുകൾ വരുത്തിയാണ് ഈ അലവൻസ് അടക്കം തട്ടിയെടുത്തു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്റെ പരാതി. അതിൽ എന്തുകൊണ്ടായാലും ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ അഴിമതി വിവരങ്ങളൊക്കെയും പുറത്തു വരികയുള്ളൂ. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഇനി പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്നുള്ളതാണ് 2 ആഴ്ചയ്ക്ക് ശേഷം അറിയാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭയ്ക്കകത്ത് പുറത്ത് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത CCTV-കൾ ഇല്ല എന്നുള്ളതാണ്. നിയമസഭയിൽ വരുന്ന സർജന്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ, പ്രധാനമായും ചീഫ് മാർഷൽ അടക്കമുള്ളവരുടെ വാഹനങ്ങളുടെ നമ്പറുകൾ അടക്കം രജിസ്റ്റർ ചെയ്താണ് അകത്തേക്ക് പ്രവേശിക്കുക. പക്ഷേ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ വരുമ്പോൾ തന്നെ ഈ വാഹനങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ രജിസ്റ്റർ ചെയ്യാറില്ല. പക്ഷേ പിന്നീട് ഇവർ വരുന്ന വർക്കിംഗ് ഡേ ദിവസങ്ങളിലാണ് ഇതിൽ ക്രമക്കേടുകൾ വരുത്തി ഈ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ പരാതി ഗൗരവമായിരിക്കുമ്പോഴും അതിൽ നാളിതുവരെയും അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അനാസ്ഥ. ആര്യ, അതെ, തീർച്ചയായും. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.